ഇഗ്നോന്റെ ഇന്നത്തെ ടോപ്പിക്ക് BPSC 132 BPSC പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഇതിൽ ഇന്ത്യൻ ഗവൺമെന്റും അതേമാതിരി ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. ഇന്ന് ആദ്യത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ ബ്ലോക്കിന്റെ ഇത് ടോട്ടലായിട്ട് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഇതിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബേസിക് ഗവൺമെന്റിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു, പൊളിറ്റിക്സ് എന്തായിരുന്നു. ഇതിൽ ആകെ മൊത്തം 15 യൂണിറ്റ് ഉണ്ട്. അതിനെ 15 യൂണിറ്റിനെ 6 ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ബ്ലോക്കും ഓരോ തീമിനെ അനുസരിച്ചിട്ടാണ് വരിക. അപ്പൊ ആദ്യത്തെ ബ്ലോക്കിൽ വരുന്നത് അപ്രോച്ചസ് ആണ്. ഇന്ത്യൻ ഗവൺമെന്റിൽ ഉണ്ടാകാനുള്ള അപ്രോച്ചസ്, വീക്ഷണം എങ്ങനെയായിരുന്നു. രണ്ടാമത്തെ ബ്ലോക്കിൽ വരുന്നത് മുഴുവനും ഇന്ത്യൻ ഭരണഘടന, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഗവൺമെന്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മൂന്നാമത്തെ യൂണിറ്റ് വരുമ്പോൾ അതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ന്യായം നമ്മൾ അസംബ്ലിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് പവേഴ്സ് എങ്ങനെയാണ്, അതായത് പരമ്പരാഗതമായിട്ടുള്ള ഈ പവറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അങ്ങനത്തെയാണ് ബ്ലോക്ക് 3 പരാമർശിക്കുന്നത്. ബ്ലോക്ക് 4 വരുമ്പോൾ ഓരോന്നിന്റെയും റിലേഷൻഷിപ്പും അതിന്റെ ഐഡന്റിറ്റിയും വെച്ചാണ് പറഞ്ഞത്. ഓരോ ക്ലാസിന്റെയും ഓരോ പൊളിറ്റിക്സിന്റെയും അത് എങ്ങനെ സംബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബ്ലോക്ക് 5 വരുമ്പോൾ പൊളിറ്റിക്സും അല്ലെങ്കിൽ രാഷ്ട്രീയവും അതെങ്ങനെയാണ് റിലീജിയനായിട്ട് അല്ലെ മതവും രാഷ്ട്രീയത്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ആറാമത്തെ ബ്ലോക്കിൽ ഓരോ പാർട്ടികൾ, ഇന്ത്യയിൽ ഉണ്ടായ പാർട്ടീനെ പറ്റിയും പാർട്ടിയുടെ സിസ്റ്റത്തിനെ പറ്റിയും നമ്മൾ പരാമർശിച്ചു പോകുന്നു. അപ്പൊ നമ്മൾ ഇന്ന് തുടക്കമായതുകൊണ്ട് ആദ്യത്തെ യൂണിറ്റ് അപ്രോച്ചസ് ടു സ്റ്റഡി ഇന്ത്യൻ പൊളിറ്റിക്സ്, അതാണ് ഏത് വിധത്തിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റിയുള്ള തുടക്കം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ഇതിൽ പരാമർശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്നത്. അതായത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇൻവോൾവ് ചെയ്തു വരുന്നത് ആരൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ്, അതായത് സംസ്ഥാനവും നോൺ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനമല്ലാത്ത ഓർഗനൈസേഷൻസ്, അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അവരുടെ ദൃഷ്ടിയിൽ ഇതിന്റെ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഏതൊക്കെ വിധത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടാകാം, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, കോഓപ്പറേഷൻ ഉണ്ടാകും. ഓരോ ഓർഗനൈസേഷൻ തമ്മിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ എങ്ങനെ ഇതിനെ ഘടകങ്ങളെ ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരാമർശിച്ചു വരാൻ പോകുന്നത്. അപ്പോൾ ഓരോ പണ്ഡിതന്മാരും ഈ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിനെ പല വിധത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ വീക്ഷണം പല വിധത്തിലായിരിക്കും അപ്രോച്ചസിന്. അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ അതിനെ നമ്മൾ കാണുന്നു, വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇന്ത്യൻ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചസ് വരുമ്പോൾ ആദ്യം നമ്മൾ പരാമർശിക്കുന്നത് ലിബറൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ്. ലിബറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദാരമായിട്ടുള്ളതെന്നും അർത്ഥം. മാർക്സിസ്റ്റ് പോളിസീസ് എടുത്തു വരിക. മൂന്നാമത്തതായിട്ട് വരുന്നത് ഗാന്ധിയൻ പോളിസിയാണ്. അപ്പോൾ ഗാന്ധിയൻ ഐഡിയാസ്, ഗാന്ധിയൻ പെർസ്പെക്റ്റീവ്സിനെ ആപ്ലിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇന്ന് നമ്മൾ ലിബറൽ മാത്രം അതിനെപ്പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. അടുത്ത ക്ലാസ്സിൽ മാർക്സിസ്റ്റും ഗാന്ധിയനെ പറ്റിയും പറയുന്നതായിരിക്കും. ഓരോ പൊളിറ്റിക്സിനും ഓരോ രാഷ്ട്രീയത്തിനും അതിൻ്റെതായ ടേംസ് ഉണ്ട്, അതിൻ്റെതായ ക്ലാസ് റിലേഷനുണ്ട്. അത് മാത്രമല്ല എങ്ങനെയാണ് ഇത് ഡിഫറെന്റ് പലതരത്തിലുള്ള പൊളിറ്റിക്സ് പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു, അതിനെപ്പറ്റി നമ്മൾ ഇന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പരാമർശിക്കാൻ പോകുന്നു. ഇവിടെ ലിബറൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല വീക്ഷണം, ലിബറലായിട്ടുള്ള വിശാലമായ വീക്ഷണം വഴി നമ്മൾ എന്താണ് ഈ ഈ രാഷ്ട്രീയ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെ കണ്ടുവരുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്.
അപ്പൊ ഇവിടെ പ്രൈമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഓരോ മാനേജ്മെന്റ് ആണ്. പരസ്പരം ഉള്ള ഓരോ കാര്യങ്ങൾക്കുള്ള സിസ്റ്റത്തിനുള്ള മാനേജ്മെന്റ്, അതിനെ നമ്മൾ ഏത് വിധത്തിൽ കോൺസെസ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഏത് വിധത്തിൽ സമമായിട്ട് ജഡ്ജ്മെന്റ് എന്താ പറയാ അഗ്രിമെന്റ് ചെയ്ത് പോണം, സമമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണം. അതേമാതിരി തന്നെ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ കോൺഫ്ലിക്റ്റ് ആയി, ആ കോൺഫ്ലിക്റ്റിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ആദ്യത്തെ പരിപാടി പ്രൈം പറയുമ്പോൾ തന്നെ പറയുന്നത് ഏത് വിധത്തിൽ നമ്മൾ സമമായിട്ട് ജഡ്ജ്മെന്റിനെ കാണുന്നു, എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു, എന്തെങ്കിലും കാരണവശാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഫ്ലിക്റ്റ് വന്നാൽ അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു. പിന്നെ ലിബറൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് എവിടെയായിരിക്കും, റിലേഷൻഷിപ്പിലായിരിക്കും. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പരസ്പരമായിട്ടുള്ള ബന്ധങ്ങൾ അർത്ഥം. ഈ ബന്ധത്തിൽ കൂടെ നോക്കുമ്പോൾ ഏത് ബന്ധത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അപ്പോ ഈ സ്റ്റേറ്റിന്റെ ബന്ധത്തിനാണോ, പാർട്ടിയുടെ ബന്ധത്തിനാണോ, ആൾക്കാരുടെ ബന്ധത്തിനാണോ, ഏതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഇപ്പോ ഈ നേരത്തെ പറഞ്ഞ മാതിരി വിശാലമായ വീക്ഷണത്തിൽ കൂടെ നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും, അവിടെ പ്രിഫറൻസ് വരുന്നുണ്ടോ, ഫോക്കസ് ചെയ്യുന്നുണ്ടോ, എല്ലാം സമമായിട്ട് ബിൽഡിങ്ങിനാണോ അല്ല ക്ലാസ് റിലേഷൻ ആണ്? ക്ലാസ് റിലേഷൻ എന്ന് പറയുന്നത് നമ്മള് അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്നുള്ള ലെവലിലാണ് വരുന്നത്. അപ്പോ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെ എങ്ങനെ കണ്ടുപിടിച്ചു പോകുന്നു, എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു, എങ്ങനെ ഇതിനെ പരാമർശിച്ചു പോകുന്നു, ഇതൊക്കെയാണ് എന്ന് വെച്ചാൽ വിശാലമായിട്ട് പഠിക്കണം. വിശാലമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൺഫ്യൂഷൻ വരാൻ പാടില്ല ലിബറലിസത്തില്. ഇപ്പോ ഇതില് ഒരു സ്ട്രക്ചറൽ ആണോ ഫങ്ഷൻ അല്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക. അപ്പോൾ നമ്മൾ ഈ ലിബറലിസം എന്ന് വെച്ചാൽ എന്നാൽ തന്നെ എന്താ, വിശാലമായ കാഴ്ചപ്പാടോടുകൂടി കാണുക. അപ്പോൾ ഒരാളുടെ ഫ്രീഡം മാത്രമല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്രൂപ്പിന്റെ കമ്മ്യൂണിറ്റിന്റെ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഈ വിശാലമായ കാഴ്ചപ്പാടിൽ കൂടെ കണ്ട് അവരുടെ ഓരോരുത്തരുടെയും ഫ്രീഡത്തിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടോളറൻസിന്, ക്ഷമയെ, അതേമാതിരി അവരുടെ ഒപ്പീനിയന്, കൺസെന്റിന് ഒക്കെ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് ഹൈറാർക്കി മാത്രമല്ല. ആരാണോ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അതോറിറ്റി ഉണ്ടായിരുന്നത്, മൊണാർക്കി ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഉണ്ടായിരുന്ന രാജവാഴ്ചയാണോ അല്ല മിലിറ്ററി വാഴ്ചയാണോ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന മാതിരി? അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഒരു സിറ്റിസന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലുള്ള ജനങ്ങളുടെ പൗരാവകാശം, ആ പൗരാവകാശത്തിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മാത്രമേ അതോറിറ്റി, സ്റ്റേറ്റിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ മാത്രമേ ലിബറലിസത്തിൽ കൂടി ഗവൺമെന്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആണ്, ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്യം എന്താണ്, ഈ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടാണ് അവര് ജനങ്ങളെ ഭരിക്കുന്നത്, എങ്ങനെയാണ് അവർ ഭരിക്കേണ്ടത്, ഏത് വിധത്തിൽ അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റണം, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ നമ്മളുടെ അവകാശം എന്താണ്, നമ്മളുടെ പൗരന്റെ അവകാശം എന്താണ്, സംസ്ഥാനത്തിന്റെ ഡ്യൂട്ടി എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? അപ്പോൾ അതിനെപ്പറ്റി ചാലഞ്ച് ചെയ്യുന്ന അതോറിറ്റിയാണ് ഈ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
അപ്പോൾ ഓരോന്നിനും ഓരോ അപ്രോച്ച് ഉണ്ട്. അപ്രോച്ച് എന്നല്ല, ഓരോ വിധത്തിൽ നമ്മൾ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും കോറായിട്ടുള്ള എലിമെന്റ്സ് ഉണ്ട്. അതായത് ഈ അപ്രോച്ചിൽ എന്തൊക്കെയാണ് വളരെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. ലിബറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള ഉദാരമായിട്ടുള്ള പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ വീക്ഷണം. ഈ ഉദാരമായ അപ്രോച്ച് എന്താണ്? ഒരു പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ വലുതാണ്, ഒരുപാടുണ്ട് വായിക്കാനായിട്ട്. അപ്പോ നമ്മൾ മാർക്സിസ്റ്റ് നോൺ മാർക്സിസ്റ്റ് സ്ട്രക്ചറിലാണോ അല്ല നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണോ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്? രണ്ടിൽ നിന്നും പരസ്പരം ബോറോ ചെയ്ത് രണ്ടിനെയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ പൊളിറ്റിക്സും നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ രാഷ്ട്രം എന്ന് പറയാം, നോട്ട് ദ സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിനെ, ഒരു സംസ്ഥാനത്തിനെ 1980 ഒരു ഇൻഫ്ലുവൻസ് വന്നു. അത് ലിബറൽ അപ്രോച്ച് ആണോ നല്ലത് അല്ല സ്ട്രക്ചറൽ അപ്രോച്ച് ആണോ നല്ലത്, ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം വന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇന്ത്യയുടെ എന്തായിരിക്കും ഇന്ത്യക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഇന്ത്യക്ക് ചേർന്നതായിട്ട് ഏതായിരിക്കും വരിക? മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന മാതിരിയാണോ അല്ല നമ്മൾക്ക് നമ്മളുടേതായ ഒരു സിസ്റ്റം കൊണ്ടുവരിക്കാൻ പറ്റുമോ? സിവിൽ സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റം, എന്ത് സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള പല വിധത്തിലുള്ള പാർട്ടികളെയാണ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ പാർട്ടികളും അതേമാതിരി ഗ്രൂപ്പുകളും അതേമാതിരി സാധാരണക്കാരായ സിവിൽ സൊസൈറ്റിയും ഓർഗനൈസേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഗ്രൂപ്പാകുക, ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ആ ഓർഗനൈസേഷനിൽ അവരെങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുക? ഓരോന്നിനും ഓരോതായ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സ്ട്രക്ചേഴ്സിന്റെ ബേസ് എന്താണ്? കാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ലാംഗ്വേജ് വെച്ചിട്ട്, തമിഴ് സ്പീക്കിംഗ് ലാംഗ്വേജ്, മലയാളം സ്പീക്കിംഗ് പീപ്പിൾ, അല്ലെങ്കിൽ ബംഗാളി സ്പീക്കിംഗ് ലാംഗ്വേജ്, ഒരു ലാംഗ്വേജിനെ എടുക്കാം, കാസ്റ്റിനെ എടുക്കാം. കാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം ബ്രാഹ്മിൻസിന്റെ കാസ്റ്റ്, ക്ഷത്രിയന്മാര്, അങ്ങനെ പല വിധത്തിലുള്ള കാസ്റ്റ് വേരിയേഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ സോഷ്യൽ സ്ട്രക്ചറിൽ ഏതിനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ലാംഗ്വേജ് എടുക്കാം, കാസ്റ്റ് എടുക്കാം, റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതപരമായിട്ട് ഇന്ത്യൻ മുസ്ലിം ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇസ്ലാമിക് ഗ്രൂപ്പ്, ക്രിസ്ത്യൻ ഗ്രൂപ്പ്. റിലീജിയൻ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ഗ്രൂപ്പ്, അല്ലെങ്കിൽ സിഖ് ഗ്രൂപ്പ്, ഗുജറാത്തീസിന്റെ ഗ്രൂപ്പ്, അങ്ങനെ റീജിയൻ വൈസും മാറ്റുന്നുണ്ട്. അതായത് മതപരമായിട്ട് വ്യത്യാസം കാണും, ലാംഗ്വേജിന് വ്യത്യാസം കാണും, കാസ്റ്റിന്, അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റിന് വ്യത്യാസം കാണും. മാത്രമല്ല ട്രൈബ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആദിവാസികൾ, പല വിധത്തിലുള്ള ആദിവാസികൾ. ഓരോ രാജ്യത്തിലും ഓരോ റീജിയനിലും ഉള്ള ട്രൈബുകളുണ്ട്. അതായത് ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ ട്രൈബ്സ്, ഫോറസ്റ്റിൽ താമസിക്കുന്നവർ, അല്ലെങ്കിൽ ആദിവാസികൾ, ഇവരൊക്കെ ട്രൈബിൽ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെയൊക്കെ ഇന്ററാക്ട് ചെയ്യാനും, ഓരോരുത്തരെ പരസ്പരം ഇന്ററാക്ട് ചെയ്യാനും, അതേമാതിരി തന്നെ അവരുടേതായ വീക്ഷണങ്ങളിൽ കൂടെ കാര്യങ്ങൾ കൊണ്ടുപോകാനും ഇത്തിരി ഡിഫറെന്റ് ആണ്, വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്ന കോമ്പോണന്റിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കണം. ആ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ കോഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകണം.
കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം പോരാ, അതൊരു സമവാക്യത്തിൽ പോയി എത്തുകയും വേണം. കോൺസെൻസ് എന്ന് വെച്ചാൽ സമവാക്യത്തിൽ പോയി എത്തണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ ഒരു മെയിൻറ്റെയിൻ, അതിൻ്റെ അകത്തന്നെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ അത് നിർത്തുന്നു. അപ്പോ നമ്മൾ പറയുന്ന വിധത്തിൽ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, രാഷ്ട്രീയമായ പല വിധത്തിലുള്ള പാർട്ടീസ് ഉണ്ട്, പല പല ഗ്രൂപ്പ് ഉണ്ടാവും, പ്രഷർ ഗ്രൂപ്പ് ഉണ്ടാവും, അതേമാതിരി തന്നെ പല ഗ്രൂപ്പിസം ഉണ്ടാവും. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ, കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഇവിടെ കാസ്റ്റ് ഒരു കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വേലാപ്പള്ളി നടേശൻ സാറിന്റെ ഒരു ഗ്രൂപ്പ്. അല്ലെങ്കിൽ ലാംഗ്വേജിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, തമിഴ്നാട്ടിലും ഇതേമാതിരി ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം, അപ്പോ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, അങ്ങനെ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടും വരുന്നുണ്ട്, ഓരോ ഗ്രൂപ്പ് വരുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി വരുന്നുണ്ട്. റിലീജിയനെ പറ്റി പറയുകയാണെങ്കിൽ മുസ്ലിം യൂണിറ്റി, ഇന്ത്യയിലുള്ള മുസ്ലിം യൂണിറ്റി, കേരളത്തിലുള്ള ഇന്ത്യൻ മുസ്ലിം യൂണിറ്റി, അതൊരു ഗ്രൂപ്പായിട്ട് വരുന്നു. റീജിയൻ വൈസ് നോക്കുമ്പോഴും ഇതുമാതിരി വരുമ്പോൾ ഇങ്ങനെ പൊളിറ്റിക്സ്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം, അതിനെ ഉണ്ടാക്കിയെടുക്കുക, പ്രഷർ ഗ്രൂപ്പ് ഉണ്ടാക്കുക, പിന്നെ അതിൽ തന്നെ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ നയതന്ത്രപരമായിട്ട് അവരെ എങ്ങനെയായിരിക്കും അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള നടത്തിപ്പ് കൊണ്ടുപോകുക, എല്ലാം ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ നിയമപരമായിട്ട് അതിനെ ന്യായത്തിൽ കൊണ്ടുവരുന്ന ഒരു നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ലെജിസ്ലേച്ചറിൽ നമുക്ക് 2 വിധത്തിലുള്ള സഭകളുണ്ട്, ഒന്ന് രാജ്യസഭയും ഒന്ന് ലോക്സഭയും. ലോക്സഭയാണ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്, കാരണം അവിടെ മെമ്പേഴ്സ്, ഓരോ പാർട്ടീസിന്റെ മെമ്പേഴ്സും സീറ്റും കൂടുതലുണ്ട്. അപ്പോ ഒരു കൺട്രീനെ നയിക്കാനുള്ള ഒരു നിയമവ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് ലെജിസ്ലേച്ചറിലാണ്, ബില്ലുകൾ കൊണ്ടുവരുന്നത് ലെജിസ്ലേച്ചറിലാണ്. ബില്ല് അപ്രൂവൽ ആവുന്നത് ശേഷമേ അത് രാജ്യസഭയ്ക്ക് അപ്രൂവലിന് പോകുന്നു. അതിനുശേഷം ഈ അപ്രൂവലിന് കിട്ടിയതിന് ശേഷമാണ് പവർഫുൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് വരുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ നടത്തിപ്പുകാര്. അപ്പോൾ നിയമം ആദ്യം ഉണ്ടാക്കണം നിയമസഭയിൽ നിന്ന് അത് ഡിസ്കസ് ചെയ്യണം, ഡിസ്കസ് ചെയ്ത് അതിനെ അപ്രൂവൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഓപ്പോസിഷൻ ഉണ്ട്, എല്ലാം പരാമർശിച്ച ശേഷം ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ ഇത് രാജ്യസഭയിലേക്ക് പോകുന്നു. രാജ്യസഭയിൽ ഇതിനെ ഡിസ്കഷൻ ചെയ്യുന്നു. അതിനുശേഷം സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ അധിപതി എന്ന നിലയിൽ രാഷ്ട്രത്തലവൻ, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, അതായത് നമ്മുടെ പ്രസിഡന്റ് സൈൻ ചെയ്യുന്നു. അപ്പോഴാണ് അത് നിയമമാകുന്നത്. നിയമമായ ശേഷം ഒരു റൂള് വരികയാണ്. നിയമമായ ശേഷം ഞാൻ ഒന്നിനെ പറ്റി എക്സാമ്പിൾ എടുക്കുന്നില്ല ഇവിടെ, കാരണം ഇന്ന് ഡിസ്കഷൻസ് നമുക്ക് പല സമയത്തും നിയമസഭയിൽ നടക്കുന്ന ഡിസ്കഷൻസ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ രാഷ്ട്രീയ സബ്ജക്റ്റായ പൊളിറ്റിക്സ് പഠിക്കുന്നവർ അത് കാണുന്നത് നല്ലതാണ്. എങ്ങനെയാണ് ഒരു നിയമം അല്ലെങ്കിൽ ഒരു ബില്ല് ലോ ആവുന്നത്, എങ്ങനെയാണ് അതെങ്ങനെ വോട്ടിങ്ങിന് ഇടുകയാണോ, സീക്രട്ട് വോട്ടിംഗ് ആണ്, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പൊ ടെക്നോളജി ഇമ്പ്രൂവ് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റും, പണ്ട് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതിനെ നമ്മൾ ബേസ് ചെയ്തതിന് ശേഷം എക്സിക്യൂട്ടീവ്, അതിനെ നിയമത്തിനെ നടപ്പിലാക്കുന്ന ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ്, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, പാർട്ട് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമ്മൾ പറയുന്നത് 1950 കാര്യങ്ങളാണ്. 40 വർഷത്തിന് മുമ്പുള്ള ഇത് തുടങ്ങുന്നത് 1950 നിന്നാണ്.
ഇനി ഇതിനെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇത് എങ്ങനെയാണ് പ്രോസസ്സാക്കി കൊണ്ടുവന്നത്. പ്രോസസ്സാക്കി കൊണ്ടുവരുമ്പോൾ പല വിധത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, ഗ്രൂപ്പുകളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതിനെയൊക്കെ കോൺസെപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്നുള്ള ലെവലിലും അതിനെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തെടുക്കണം, ക്ലിപ്തമായിട്ട് പരാമർശിച്ച് അഗ്രഗേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളുടെ ജനാധിപത്യ ഗവൺമെന്റിൽ, ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യം, റെഫറൻസ് കൊടുക്കുന്നുണ്ട്. ഈ പ്രോസസ് എല്ലാം ഇതിൽ കൂടെ ജനാധിപത്യത്തിൽ കൂടെ വരുമ്പോൾ അതിനെ ഡെമോക്രാറ്റൈസേഷൻ എന്ന് പറയും. ഡീപ്പനിങ് അല്ലാണ്ട് വളരെ ഡീപ്പായിട്ട് അതിനെപ്പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി പരാമർശിക്കുകയും അതിനെപ്പറ്റി ഡിബേറ്റ് ചർച്ചകൾ നടത്തുകയും അങ്ങനെയെല്ലാം ചർച്ചകൾ നടത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് ജനാധിപത്യത്തിൽ ഇഫക്റ്റീവ് ആവുള്ളൂ. കൺസോളിഡേറ്റ് ചെയ്തു വരുമ്പോൾ അങ്ങനെ വരുന്നു. ഇനി ലിബറൽ അപ്രോച്ചിൽ കൂടി നോക്കുമ്പോൾ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ ജനങ്ങളുടെ ഡെമോക്രാറ്റൈസേഷൻ എങ്ങനെയാ നടക്കുന്നത്? അത് ഇലക്ടറൽ മൊബിലൈസേഷൻ ആണ്. അതായത് എലക്ഷൻ നടത്തുക, ജനറൽ എലക്ഷൻ നടത്തുക. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ വരും? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് എന്നാണ് MLA എന്ന് പറയാ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA വരുന്നത് എവിടെയാന്ന് വെച്ചാൽ എലക്ഷൻ നടക്കും. എലക്ഷൻ ഇപ്പോ നമ്മളുടെ പ്രിയപ്പെട്ട ചണ്ഡി സാറ് മരിച്ചുപോയി. അപ്പോൾ അവിടെ ഒരു ബൈ എലക്ഷൻ വെച്ചിട്ട് അതിൽ നിന്ന് ജനങ്ങളുടെ അഭിപ്രായ പ്രകാരം വോട്ടിംഗ് വരും. അതിനാണ് ഇലക്ട്രൽ മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ട്രൽ എലക്ഷൻ വെച്ച് അങ്ങേര് മരിച്ചുപോയത് കൊണ്ടുള്ള ആ സീറ്റിലേക്ക് ഉള്ള എലക്ഷൻ നടക്കുമ്പോൾ എല്ലാ പാർട്ടികൾക്കും പൊളിറ്റിക്കലി ഉള്ള എല്ലാ പാർട്ടികൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കോൺഗ്രസിനുണ്ട്, BJPക്കുണ്ട്. അപ്പൊ എല്ലാവരും അവനവന്റെ കാൻഡിഡേറ്റിനെ വെക്കുന്നു, കാൻഡിഡേറ്റ് ക്യാൻവാസ് ചെയ്യുന്നു. പ്രോസസ്സാണ്, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷന്റെ പ്രോസസ്സാണ്. പ്രോസസ്സ് കഴിഞ്ഞ് ഗവൺമെന്റ് ഒരു ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്നു. ആ ഡേറ്റിൽ അവിടുത്തെ ജനങ്ങൾ ഏത് പാർട്ടീനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് പാർട്ടീനെ വരുന്ന കാൻഡിഡേറ്റിനെ അവർക്ക് വോട്ട് ചെയ്യാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ വോട്ടിംഗ് ശേഷം അതിനെ കൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം മെജോറിറ്റി ആർക്ക് കിട്ടുന്നോ ആ കാൻഡിഡേറ്റ് ആയിരിക്കും ആ സ്ഥലത്തെ MLA. അപ്പോൾ ഇതിങ്ങനെ പോവാണ്. 1950 തുടങ്ങി ഇപ്പോൾ നമുക്ക് ലേറ്റ് ആയിട്ട് 60 പോകുന്നു. 60 കൂടി ഡെമോക്രാറ്റൈസേഷൻ നടത്തുന്നു. ലോവർ സോഷ്യൽ ലെവലിലുള്ളവർ വരെ എല്ലാവരും, സൊസൈറ്റിയിലുള്ള എല്ലാവരും. പണ്ട് നമ്മൾക്ക് ഫ്യൂഡൽ സിസ്റ്റം അല്ലെങ്കിൽ സെമി ഫ്യൂഡൽ സൊസൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി എല്ലാ ജനങ്ങൾക്കും അഡൽട്ട് ഫ്രാഞ്ചൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനാണോ ഇന്ത്യയിൽ ജനിച്ച ജന്മം കൊണ്ട ആണായാലും മെയിലായാലും ഫീമെയിലായാലും 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നേരത്തെ 21 ആയിരുന്നു, ഇപ്പോൾ 18 വയസ്സാണ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പോൾ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ചാൽ നിങ്ങളെ ആര് ഭരിക്കണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു. അതാണ് ആ ഫെസിലിറ്റി അവിടെ. എനിക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് ഞാൻ വോട്ട് കൊടുക്കും, കാൻഡിഡേറ്റ് ഞാൻ വോട്ട് കൊടുക്കും. ഐ ആം എക്സസൈസിങ് മൈ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എൻ്റെ ജന്മമുള്ള എൻ്റെ ജന്മത്തിലായിട്ടുള്ള എനിക്ക് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശം എന്ന് പറയുന്നത്, അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് വോട്ടവകാശം. എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, അതിനെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ ഈക്വലായിട്ട് എല്ലാവരെയും കാണണം. ലിബർട്ടിയും ഇക്വാളിറ്റിയുമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ പണ്ട് ഫ്യൂഡൽ ലോർഡ്സ് ആയിരുന്നു, അതായത് ജന്മിയും ജന്മികളുടെ അടിയാന്മാരും ജന്മിത്വമായിരുന്നു. ഇപ്പൊ അതില്ല.
നമ്മൾ ഡെമോക്രാറ്റായി നമ്മളുടെ ഗവൺമെന്റ് ഡെമോക്രാറ്റൈസ് കൊണ്ടുവരികയാണ്. അതായത് എല്ലാവർക്കും വോട്ടിംഗ് 21 വയസ്സല്ല 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ടവകാശം കൊടുത്ത് അവരിൽ കൂടെ ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെമോക്രാറ്റിക് എന്ന് പറയാ, ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് അപ്പോഴാണ്. അപ്പോൾ ഈ ഡിഫറെന്റ് സോഷ്യൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് 1970-ലും 80-ലും തുടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മള് ഒരു 1980-ൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു, സിവിൽ സൊസൈറ്റി, സിവിൽ എമർജൻസി, സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു കൾച്ചർ അല്ല, പല വിധത്തിലുള്ള കൾച്ചറിൽ ആൾക്കുന്ന ആൾക്കാര്, പല കൾച്ചറിൽ പ്രാക്ടീസ് ചെയ്യുന്നവര്, മതം പ്രാക്ടീസ് ചെയ്യാം, അവരുടെ ഭാഷ പ്രാക്ടീസ് ചെയ്യാം. അതിനെ നമ്മൾ മൾട്ടി കൾച്ചർ എന്ന് പറയുന്നു. അവര് ഡെമോക്രാറ്റിക് കൺട്രിയിൽ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും താമസിക്കാം, ഏത് മതത്തിനെയും അവർക്ക് സ്വീകരിക്കാം, ഏത് ഭാഷയും അവർക്ക് സ്വീകരിക്കാം, ഏത് രാജ്യത്തും അവർക്ക്, ഇന്ത്യയുടെ ഏത് ഭാഗത്തും അവർക്ക് താമസിക്കാം. ഈ വിധത്തിലുള്ള എല്ലാവിധമായ അവകാശങ്ങളും സ്ഥാപിച്ചെടുക്കാനാണ് നമ്മൾ ഡെമോക്രാറ്റൈസ് ചെയ്തു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ജന്മത്തിനും അവരുടെ അവകാശത്തിനും അവർക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നു. അല്ലെങ്കിൽ വാല്യൂ കിട്ടുന്നില്ല. നമുക്ക് അടിമയാണ്, എനിക്ക് അവകാശമില്ല, വോട്ട് അവകാശമില്ല എന്ന് പറഞ്ഞാൽ അടിമത്വം മാതിരിയായി പോകും. അത് ശരിയാവില്ല. ഇവിടെ ജനാധിപത്യ ഗവൺമെന്റിൽ, ജനാധിപത്യത്തിനെ പ്രാക്ടീസ് ചെയ്യുന്ന ഗവൺമെന്റിൽ എല്ലാ മനുഷ്യനും ആൺ പെൺ വ്യത്യാസമില്ലാണ്ട് 18 വയസ്സിന് ശേഷം അവർക്ക് വോട്ടവകാശം കിട്ടുന്നു. അത് അവർ എക്സസൈസ് ചെയ്യുന്നു, അത് അവര് ഉപയോഗപ്പെടുത്തുന്നു. എന്നിട്ടാണ് ഗവൺമെന്റിനെ ഉണ്ടാവുന്നത്, ഗവൺമെന്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോ അത് നമ്മൾ എപ്പോ നമ്മൾ അത് ചെയ്യുന്നു അപ്പോഴാണ് നമ്മുടെ വാല്യൂ, അതായത് നമ്മളുടെ ഇത് മൂന്നാമത്തെ കോർ എലിമെന്റ് ആണ്. ലിബറൽ അപ്രോച്ചിൽ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂ എന്താന്ന് വെച്ചാൽ നമുക്കുള്ള അവകാശങ്ങൾ, ലിബർട്ടി. ആ ലിബർട്ടി, എൻ്റെ അവകാശം, ജന്മസിദ്ധമായ എൻ്റെ അവകാശം, ഹ്യൂമൻ റൈറ്റ്സ്, എൻ്റെ ജന്മസിദ്ധമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ്, എനിക്ക് ഈക്വലായിട്ട് എനിക്ക്, ഞാൻ പണക്കാരനോ പാവപ്പെട്ടവനോ പഠിച്ചവനോ പഠിക്കാത്തവനോ അല്ല, പക്ഷെ എനിക്കത് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നു. അതാണ് ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടായാലും ശരി, ഒരു ഗ്രൂപ്പായിട്ടായാലും ശരി, നമ്മളുടെ റൈറ്റിനെ, നമ്മളുടെ അധികാരത്തിനെ നമ്മൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ് വരുമ്പോൾ ഒരു സ്റ്റേറ്റിന്, അതായത് സ്റ്റേറ്റ് എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രത്തിന് എല്ലാവിധമായ പ്രൊട്ടക്ഷനും അവർക്ക് കൊടുക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ പറയാം ഗവൺമെന്റിന്, ഈ ഗവൺമെന്റിന്, അതായത് ഇപ്പോഴുള്ള ഗവൺമെന്റിന്, എക്സാമ്പിൾ ആയിട്ട് ഞാൻ പുതുപ്പള്ളി പറഞ്ഞു, ഏതൊക്കെ സെക്ഷൻ ആയാലും ശരി, എത്ര വലിയ ഗ്രൂപ്പ് ആയാലും ശരി, എത്ര വലിയ ഗ്രൂപ്പ് ആയാലും ശരി, വണറബിൾ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാക്കി ന്യൂനപക്ഷത്തിനെയോ അങ്ങനെയാണ്. ഷെഡ്യൂൾ കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബ് ആയിക്കോട്ടെ, മൈനോറിറ്റി ആയിക്കോട്ടെ, ഈ ലിബറൽ ഉദാരമായ അപ്രോച്ചിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യവും അതേമാതിരി ആ വ്യക്തിക്കുള്ള അവകാശങ്ങളും. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ഷൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് ഗവൺമെന്റിന്റെ ജോലി. അത് മാത്രമല്ല, അതിനെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. കമ്മ്യൂണിറ്റിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. മാത്രമല്ല, അവർക്ക് ഏത് ലാംഗ്വേജ് ഉപയോഗിക്കാനും സംസാരിക്കാനും കൾച്ചറൽ വിധത്തിൽ ഫോളോ ചെയ്യാനും ഏത് വിധത്തിലുള്ള ലിപി ഉപയോഗിച്ചിട്ട് എഴുതാനും ഇതൊക്കെ വരുന്നത് അതിലാണ്. അപ്പോ ഈ ഇന്ത്യൻ ഗവൺമെന്റിന്റെ, അതായത് ജനാധിപത്യ അവകാശങ്ങൾ സേവ് ചെയ്യാനും അതിനെ
പ്രൊട്ടക്ട് ചെയ്യാനും സേഫ് ഗാർഡ് ചെയ്യാനും ഇന്ത്യ നേഷൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ അപ്രോച്ചിന് ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി ഇതിന്റെ ഓരോ ലിബറൽ അപ്രോച്ചിന്റെ സ്റ്റഡി പൊളിറ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഇവര് എപ്പോഴാണ് ഇത് തുടങ്ങാൻ തുടങ്ങിയത്? ഈ സിസ്റ്റത്തിന് ഇങ്ങനെയുള്ള വിശദമായ വീക്ഷണത്തോടുകൂടിയുള്ള അപ്രോച്ചിനെ നമ്മൾ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. സിസ്റ്റമാറ്റിക് അപ്രോച്ച് വരുന്നത് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലെ ഒരു ബിഹേവിയർ മൂവ്മെന്റ് ആണ്. അതായത് ഒരു പെരുമാറ്റമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡേവിഡ് എസ്റ്റൺ ആൻഡ് ജെയിംസ് ജെ കോളൻ. അപ്പൊ ഇവരാണ് 1950-ലും 60-ലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫ്രെയിം വർക്ക് എന്താന്ന് വെച്ചാല്, ഈ വർക്കിൽ കൂടെ മോഡേണൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനും ഒരു പ്രോത്സാഹനം എടുക്കാനും. അതിന്റെ മെയിൻ പർപ്പസ് എന്താന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുതിയതായിട്ട് വരുന്ന പുതിയതായിട്ട് ഡെവലപ്പായി വരുന്ന കൺട്രികളിൽ, രാജ്യങ്ങളിൽ, ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ ഇതിനെ പ്രാക്ടീസ് ചെയ്യാം. ഇതിന്റെ ഡെവലപ്മെന്റിന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ വീക്ഷണം എന്താണ്? ഇക്കണോമിക് നോഷൻ ആയിരുന്നു പണ്ട്, പണമായിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല എന്നുള്ളതാണ് അർത്ഥം. ഇതിന്റെ എക്കണോമിക്കലി നമ്മൾ ബിൽഡിങ്സോ മനുഷ്യന്റെ ഗ്രോത്ത് റേറ്റോ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം, കെട്ടിടങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നു. പൊളിറ്റിക്കൽ സയൻസിലെ ബിഹേവിയർ മൂവ്മെന്റില് പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്കൽ മോഡേൺ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഗ്രൂപ്പുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുക. ഫോക്കസ് ചെയ്യേണ്ടത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷനും എത്രത്തോളം ഡെവലപ്പ് ആവുന്നു. ഇതെല്ലാം കൂടെ ഒരു സമവാക്യത്തിൽ എപ്പോൾ എത്തുന്നു, അപ്പോഴാണ് ഇത് ഓർഗനൈസേഷനായിട്ട് വരുന്നത്. അപ്പൊ ഈ അപ്രോച്ചിൽ നമ്മൾ ഈ സ്ട്രക്ചേഴ്സും, ഇതില് 3 വിധത്തിലുള്ള അപ്രോച്ചസ് ഉണ്ട്. ആദ്യം പറയുന്നത് ഇന്ററാക്ടിങ്. ആദ്യം പരസ്പരം ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്. പിന്നെ കോൺഫ്ലിക്റ്റിംഗ്. കോൺഫ്ലിക്റ്റ് വെച്ചാൽ വിരുദ്ധമായിട്ട് പറയുക. വിരുദ്ധമായിട്ട് ഒന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഇന്ററാക്ട് ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസം വരും. അഭിപ്രായ വ്യത്യാസത്തിനാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ 3 അട്രിബ്യൂട്ട്സ് ആണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ എന്താ വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റിംഗ് വിത്ത് ബാക്കിയുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാനുള്ള ഒരു ജ്ഞാനം കിട്ടുക. പിന്നെന്താ വരിക? അപ്പൊ ബാലൻസിങ് ആവും. ബാലൻസിങ് ആയി കഴിഞ്ഞാൽ ബാലൻസിങ്ങിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ കൗണ്ടർ ബാലൻസിങ് വരും. അപ്പൊ ഈ വിധത്തിൽ ഈ സിസ്റ്റത്തിൽ പ്രോസസ്സും കൊണ്ടുവരണം. ആ പ്രോസസ്സിൽ കൂടിയാണ് നമ്മളുടെ പൊളിറ്റിക്കൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, അല്ലാണ്ട് പൊട്ടിപ്പോകുന്നില്ല. അപ്പൊ ഇനീഷ്യൽ ടൈമിൽ, അതായത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പൊളിറ്റിക്കൽ സയന്റിസ്റ്റിന്റെ പല വിധത്തിലുള്ള അപ്രോച്ചും ഉണ്ടായിരുന്നു ഇന്ത്യൻ പൊളിറ്റിക്സിൽ. കോത്താരി പൊളിറ്റിക്സ് ഇന്ത്യയിൽ വളരെ എളുപ്പത്തിൽ ഇത് ഹൈ ലെവലിൽ പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്കൽ സിസ്റ്റം എന്തായിരിക്കും ഇന്ത്യയിൽ ഫോളോ ചെയ്യേണ്ട സിസ്റ്റം. ഇതിനെ അപ്രോച്ചിനെ രജനി കോത്താരി പറഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ 1950 മുതൽ 60 വരെയുള്ള ആ ഇയറിനെ അവര് കോൺഗ്രസ് സിസ്റ്റം എന്ന് പറയുന്നു. ഈ കോൺഗ്രസ് സിസ്റ്റത്തില്, അല്ലെങ്കിൽ അതിനെ പറയാം കോൺഗ്രസിന്റെ ആധിപത്യമുള്ള സമയം. ആധിപത്യമുള്ള സമയത്ത് ബ്രഹ്മനിയും കോത്താരിയും ഫ്രെയിം വർക്ക് ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ക്ലാസ് ക്യാരക്ടർ ഓഫ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ സ്റ്റേറ്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു, എവിടെ ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പദവികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് രാഷ്ട്രീയമായ രാജ്യസമത്വത്തിനെ അല്ലെങ്കിൽ വേറെ രാജ്യത്തിന്റെ ഇമ്പീരിയലിസത്തിനെ, അവരുടെ രാജ്യത്തിനെ അടിച്ചമർത്തുന്ന ഇമ്പീരിയലിസ്റ്റിക് പോളിസിയാണോ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതേമാതിരി തന്നെ പൊളിറ്റിക്സിന്, രാഷ്ട്രീയത്തിന് ഒരു ട്രേഡ് യൂണിയൻ വഴിയോ
അല്ലെങ്കിൽ വലിയ വലിയ ഇൻഡസ്ട്രിയൽ ഹൗസസ് വഴിയോ, അതായത് വലിയ ബിസിനസ് മാഗ്നറ്റ്സ് വഴിയോ, വളരെ പണക്കാരായ കർഷകർ മുഖാന്തരമോ, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത പെസന്റ് മുഖാന്തരമോ, ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊരു സൊസൈറ്റി, അതായത് കോത്താരി മോഡലില് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു സൊസൈറ്റി പ്ലൂറൽ ഫോമിലും ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ വേണോ, അത് എങ്ങനെ വേണം എന്നുള്ളത്, പ്രഷർ എങ്ങനെ ഉണ്ടാവും, പുള്ള് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു സിദ്ധാന്തമായിട്ട് അതിനെ വരുന്നു. ഈ കോത്താരി അനാലിസിസില് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളുടെ ഓരോ സിസ്റ്റത്തിനും ഓരോ അപ്രോച്ചിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് വഴി നോക്കിയിട്ടാണ് ക്ലാസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അത് അവസാനം സോഷ്യൽ ചേഞ്ചിൽ വന്ന് അവസാനിക്കും. ആ സോഷ്യൽ ചേഞ്ച് വരുമ്പോൾ അതിനെ നടത്തിക്കൊണ്ടു പോകാൻ, മെയിൻറ്റെയിൻ ചെയ്തു പോകാനും കോൺഫ്ലിക്റ്റിംഗ് യൂണിറ്റ്സ് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ക്രിട്ടിക്കിനെ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ എങ്ങനെയാണ് ബേസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത്, ഏത് വിധത്തിൽ നമ്മൾ ഇതിനെ പരാമർശിച്ചു കൊണ്ടുപോകും? മാർക്സിസ്റ്റ് അപ്രോച്ച് ആണോ, അല്ലെങ്കിൽ അമേരിക്കൻ ബ്രാൻഡ് അല്ലെങ്കിൽ അമേരിക്കന്റെ ഫങ്ഷൻ അപ്രോച്ച് ആണോ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഈ സമയത്ത് ഇന്ത്യ എന്താ ചെയ്തതെന്ന് വെച്ചാല്, മാർക്സിസ്റ്റ് അമേരിക്ക എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റലിസം ആണ് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, മാർക്സിസ്റ്റ് ടൈമിൽ അവര് മാർക്സിസ്റ്റ് ഗവൺമെന്റിന്റെ എല്ലാത്തിലും അവര് സോഷ്യലിസത്തിന്റെ ഐഡിയാസ് ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ കണ്ടത്, ഇന്ത്യ ഗവൺമെന്റ് ആ സമയത്ത് യൂസ് ചെയ്തത് മാർക്സിസ്റ്റിന്റെയും ക്യാപിറ്റലിസ്റ്റിന്റെ, അമേരിക്കൻ ക്യാപിറ്റലിസത്തിന്റെയും രണ്ട് തിയറിയും അനലൈസ് ചെയ്ത്, രണ്ട് തിയറി അനലൈസ് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു പോളാർ ആൻഡ് പ്ലൂറലിസ്റ്റിക് ആയിട്ട് വരുന്നു. ആ പ്ലൂറാലിസ്റ്റിക് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഒന്നിൽ കൂടുതൽ പാർട്ടികൾ വരുന്ന പ്ലൂറാലിസ്റ്റിക് അനാലിസിസ് ആണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1970 പല വിധത്തിലുള്ള സ്കോളേഴ്സ് അല്ലെങ്കിൽ പഠിച്ചവരെ കേസ് സ്റ്റഡീസ് എടുക്കുകയും ഗ്രൂപ്പ് സ്റ്റഡീനെ പറ്റിയും ഓരോ സിസ്റ്റം ഗ്രൂപ്പ് സ്റ്റഡീനെ പറ്റി ഫ്രെയിം വർക്ക് ചെയ്യുകയും അതിൽ കൂടെ സബ് സിസ്റ്റം ഒന്നിന് താഴെ ഒന്ന് ഒരു ചെറിയ പാർട്ടികൾ വരുമ്പോൾ ആ രാഷ്ട്രീയത്തിനെ, ആ സ്റ്റേറ്റിന്റെ, സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിനെ അതിനെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് ആക്കുകയാണ്. അതായത് ഓരോ സ്റ്റേറ്റിന്റെയും പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, രാഷ്ട്രീയ പാർട്ടികളാക്കി മാറ്റുന്നു. ഏതിനെ, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി കാസ്റ്റിനെ ബേസ് ചെയ്തിട്ട്, മതത്തിനെ ബേസ് ചെയ്തിട്ട്, ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട്, ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ട്, ഒരു ക്വാളിറ്റി ലീഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ഇലക്ഷനും പ്രഷർ ഗ്രൂപ്പും കൊണ്ടുവരാണ്. അപ്പോ കോൺഗ്രസ് പാർട്ടി പ്രസന്റ് ചെയ്തത് ആ റെലവന്റ് എക്സാമ്പിൾ ആ സമയത്ത് ലിബറൽ അപ്രോച്ചാണ്. അതായത് വിശാലമായ ഉദാരമായ അപ്രോച്ചാണ് അവര് പാർട്ടി സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. റിച്ചാർഡ് ബ്രസിസൺ, അതേമാതിരി പോൾ ആർബ്രസ്, അവർ കോൺഗ്രസിന്റെ രാജസ്ഥാനിലും ഉത്തർപ്രദേശിലുമുള്ള കോൺഗ്രസ് പ്രവർത്തികളെല്ലാം അനലൈസ് ചെയ്യുന്നു. 1970 ഒരു സൊസൈറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാണ്. ക്യാരക്ടറും സ്റ്റേറ്റിന്റെ ആ എങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ എന്ത് ആപ്ലിക്കബിൾ ആവും, നിലത്തിന്റെ റൂൾസ് റീഫോംസ് ആണോ, ലാൻഡ് റീഫോംസ് ആണോ, ഗ്രീൻ റെവല്യൂഷൻ ആണോ, ആൾക്കാരുടെ പോളിസികളാണോ, വെൽഫെയർ പോളിസികളാണോ, ഏത് വന്നാലും അതിനെ ചേഞ്ചസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ അപ്രോച്ചസ്, ലിബറൽ അപ്രോച്ചസ് എന്തെങ്കിലും കാരണവശാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ വന്നു, ഇതിനെ നമ്മൾ ഇക്ബാൽ നറൈൻ ഒരു ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അനലൈസ് ചെയ്തിട്ട് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ ചേഞ്ച് നടക്കുന്നത് 1970-ലാണ്. ഇതിനു ശേഷം അതിനെ കോൺസെപ്റ്റിനെ, അതിന്റെ സിസ്റ്റത്തിനെ ഫോളോ ചെയ്തിട്ട് റിട്ടേണിൽ എങ്ങനെ വരുന്നു? 80-ൽ സോയ ഹസൻ ഒബ്സർവ് ചെയ്യാണ്, ലിറ്ററേച്ചർ ബേസ്ഡ് ഓൺ ദി ക്ലാസിക്കൽ മാർക്കിസം എന്നുള്ള ഒരു മാർക്കിസ്റ്റ് പോളിസി കൂടെ നോക്കാം. ഓട്ടോണമസ്, സ്റ്റേറ്റിന് സ്വന്തമായിട്ടുള്ള ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓട്ടോണമസ് എന്ന് വെച്ചാൽ സ്വയഭരണം എന്നുള്ളതാണ് അർത്ഥം. സ്വയഭരണം വേണോ എന്നുള്ളതാണ് അർത്ഥം ക്വസ്റ്റ്യൻ. അപ്പോ സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം ഒരാളുടെയും ഏജന്റ് അല്ല, ഒരു ഗ്രൂപ്പിന്റെയും ഏജന്റ് അല്ല, ഒരു ക്ലാസിന്റെയും ഏജന്റ് അല്ല. പക്ഷെ എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടും ഇൻട്രസ്റ്റ് ഉള്ളവരുടെ ഗ്രൂപ്പിന്റെയും. അപ്പോ ആ ഗ്രൂപ്പിനെ, അങ്ങനെ വരുന്ന ഒരു അപ്രോച്ചിനെ നമ്മള് സ്റ്റേറ്റിസ്റ്റ് അപ്രോച്ച് എന്ന് പറയും. ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ സ്റ്റേറ്റിസ്റ്റ് അപ്രോച്ചിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് ഇന്ത്യൻ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മുടെ ഈ സ്കോപ്പ് എന്താണ്? ലിബറൽ അപ്രോച്ചിൽ വരുന്ന സ്കോപ്പ് എന്താണ്? എന്താണ് ഇതിന്റെ അവസാനം? 1950-ൽ ലിബറൽ അപ്രോച്ച് വിശാലമായ ഇതിന് 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതിൽ എന്താ വെച്ചാൽ 1950 മുതൽ 60 വരെ ഒരു ഗ്രൂപ്പിന്, ഒരു മാർക്സിസ്റ്റ് അപ്രോച്ചിന് ഒരു വേണമോ വേണ്ടാമോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരികയാണ്. അതിനുശേഷം ഇതിന് എയിം വരുന്നു, സോഷ്യലായിട്ട് ചേഞ്ച് വരിക, വ്യത്യാസങ്ങൾ വരിക, സോഷ്യൽ ചേഞ്ച് വരിക, ഡെമോക്രാറ്റിക് വാല്യൂസ് വേണോ, ഓർഗനൈസേഷൻസ് വേണോ, സിവിൽ സൊസൈറ്റി വേണോ, മൾട്ടി കൾച്ചറലിസം വേണോ, സോഷ്യൽ ക്യാപിറ്റൽ വേണോ, ഇലക്ട്രൽ പോളിറ്റിക്സ് വേണോ. അപ്പോ എല്ലായിടത്തും ഈ 60-ൽ വരുന്ന വ്യത്യാസങ്ങൾ അവിടെ റിഫ്ലക്റ്റ് ആയി വരികയാണ്. അതിൽ സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? കോർ എലിമെന്റ് എന്തായിരിക്കും? ഒരു ലിബറൽ അപ്രോച്ചിന്റെ അല്ലെങ്കിൽ വിശാലമായ വീക്ഷണത്തിലുള്ള അപ്രോച്ചായ ലിബറൽ അപ്രോച്ചിൽ ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ സ്വാതന്ത്ര്യം. എന്ത് സ്വാതന്ത്ര്യം? നമുക്ക് രാഷ്ട്രത്തിനെ പറ്റി സംസാരിക്കാനും രാഷ്ട്രത്തിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള ആ സ്വാതന്ത്ര്യം. ഇതിൽ എന്തൊക്കെ ഉൾക്കൊണ്ടുവരുന്നു? എല്ലാവിധ കമ്മ്യൂണിറ്റിയും വരും, എല്ലാവിധ എത്നിക് ഗ്രൂപ്പും വരും, എല്ലാവിധ മാർജിനൽ സെക്ഷൻസും വരും, അവരുടെ എല്ലാവരുടെയും അവകാശങ്ങൾ വരും. അപ്പോൾ അത് അതിനെ സേഫ് ഗാർഡ് ചെയ്യുക അല്ലെങ്കിൽ അതിർക്ക് വേണ്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മമായിട്ട് വരുന്നു. അതിനാണ് നമ്മൾ ഈ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞത്. ഈ ഇന്ത്യയുടെ ജനാധിപത്യ ഇന്ത്യയിൽ നമ്മൾക്ക് അറിയാവുന്ന തരത്തിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്, അത് ചാപ്റ്റർ 3 വരുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ജന്മാവകാശം, എൻ്റെ സ്വാതന്ത്ര്യം, എനിക്ക് സ്വാതന്ത്ര്യം, എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്വാതന്ത്ര്യം. അത് മാത്രമല്ല, ഈ ബേസിക് ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ഗവൺമെന്റ്, സിറ്റിസൺ, അതായത് ജനതയെ പ്രൊട്ടക്ട് ചെയ്യാനും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനും ആ കമ്മ്യൂണിറ്റിക്ക് നിർബന്ധപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ പല വിധത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ കൂടെയും സിറ്റിസണും ഇൻസ്റ്റിറ്റ്യൂഷനും പരസ്പരം ഒന്നായിട്ട് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലിബറൽ അപ്രോച്ചിൽ അല്ലെങ്കിൽ വിശാലമായ അപ്രോച്ചിൽ കൂടെ ഓരോ സിവിൽ സൊസൈറ്റിയും, ഓരോ ഗ്രൂപ്പും, ഓരോ ഓർഗനൈസേഷനും അവരുടേതായ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഉപയോഗിക്കുന്നു. അതായത് അവരുടെ സിവിൽ സൊസൈറ്റിയുടെ ഓർഗനൈസേഷനിലെ സിവിൽ സൊസൈറ്റി ഒന്നുണ്ട്. അതിൽ നീര ചന്തോക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഒരു സ്പേസ്, സ്ഥലം കാണണം. ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം,
സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സംസ്ഥാനം. ഇതിന്റെ രണ്ടിലും ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെയാണ് സിവിൽ സൊസൈറ്റി, ആ ഗ്യാപ്പിലാണ് ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്. ഈ ലിബറൽ അപ്രോച്ചിൽ കൂടെ, ഈ ഓർഗനൈസേഷൻസ് കൂടെ, ഈ ജനാധിപത്യ ജന്മത്തിൽ കൂടെ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് തന്നെ അവനവന്റെ ജനങ്ങളുടെയും ജനഗ്രൂപ്പിന്റെയും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അസോസിയേഷൻ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, അസോസിയേഷൻ എവിടെ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കാം. ഇതിനൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആ സ്പേസിൽ അവിടെ കൊണ്ടുവരണം. അങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ട്, അങ്ങനെ അത് ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് റിലേഷൻഷിപ്പ്, അതായത് ഒരു വ്യക്തിയുടെ പല ഗ്രൂപ്പുകളുടെയും സിവിൽ സൊസൈറ്റിയുടെയും ജനങ്ങളുടെയും കമ്മ്യൂണിറ്റിയുടെയും സൊസൈറ്റിയുടെ കൂടെയും അതേമാതിരി സംസ്ഥാനത്തിന്റെ ചുമതലയാണ് ഈ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ പറ്റി വളരെ കാര്യമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് വളരെ ക്ലിയർ ആയിട്ട് റൂൾസ് കൊണ്ടുവരണം, റെഗുലേഷൻസ് കൊണ്ടുവരണം, നടത്തിക്കൊണ്ടുപോകണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടി കൾച്ചറലിസം ആണ്. എന്താണ് ഈ മൾട്ടി കൾച്ചറലിസം? ലിബറൽ അപ്രോച്ച് വഴി അല്ലെങ്കിൽ വിശാലമായ അപ്രോച്ച് വഴി, വീക്ഷണം വഴി നമ്മൾ ഒരാളുടെ റൈറ്റ്സ് മാത്രമല്ല നോക്കുന്നത്, ബാക്കിയുള്ളവരുടെ ഗ്രൂപ്പിന്റെ അവരുടെ അവകാശങ്ങളും നമ്മൾ നോക്കണം. ഇന്ത്യ മാതിരിയുള്ള ഭയങ്കര ഡൈവേഴ്സ് സൊസൈറ്റിയാണ്, ഭയങ്കര വ്യത്യാസമുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്, ഡൈവേഴ്സ് സൊസൈറ്റിയാണ്. ഈ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ഇന്ത്യയിൽ പറയുന്നത്, നമ്മൾ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ കൂടെയും ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടെങ്കിലും ബട്ട് വി ആർ വൺ, വി ആർ ഇന്ത്യൻസ്. അപ്പോൾ ആ റെക്കഗ്നേഷൻ നമ്മളുടെ പല വിധത്തിലുള്ള ഗ്രൂപ്പ്സിന്റെ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന്റെ റെപ്രസെന്റേഷൻ വേണം, ഡിസ്ട്രിബ്യൂഷൻ വേണം, അതായത് ജസ്റ്റിസ്, ന്യായം നടപ്പിലാക്കണം. അതിനാണ് മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ആൾക്കാരാണ് പല സ്ഥലത്തും ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. പരേഖ് പറയുന്നുണ്ട് 2006 മൾട്ടി കൾച്ചറൽ സൊസൈറ്റി, പല വിധത്തിലുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്നവര് ഒരു സൊസൈറ്റി ഗ്രൂപ്പിലുണ്ടെങ്കിൽ കൂടെയും നമ്മൾ അവരുടെ ഡിമാൻഡിനെ, ഡൈവേഴ്സിറ്റി ഉള്ള ആ ഡിമാൻഡിനെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ഇതിന് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ലിബറൽ ഇൻഡിവിജ്വൽസത്തിലോ അസ്യൂം ചെയ്തിട്ട് മനുഷ്യരാശിയിൽ കൾച്ചറലായിട്ട് എംബേഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇതിൽ കൂടെ നമ്മൾ വളർന്ന് വലുതായി ഒരു കൾച്ചറലി സ്ട്രക്ചേർഡ് വേൾഡ് ഉണ്ടാക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷൻസ് ഒക്കെ ഒരുമിച്ച് ജീവിക്കുകയും സോഷ്യൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയും അതേമാതിരി തന്നെ മീനിങ്ങും സിഗ്നിഫിക്കൻസോടുകൂടി ചെയ്തു പോകുമ്പോൾ ഈ സിസ്റ്റത്തിന് കൾച്ചറൽ കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്ത് കളക്റ്റീവായിട്ടുള്ള ഐഡന്റിറ്റി കൊണ്ടുവരിക. ആ കളക്റ്റീവ് എന്ന് വെച്ചാൽ ഒരുമിച്ചുള്ള ഐഡന്റിറ്റി കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിനെ വിളിക്കും കളക്റ്റീവ് ഓർ കമ്മ്യൂണൽ റൈറ്റ്സ്, അവരുടേതായ റൈറ്റ്സ്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. സിഖുകാര്, പഞ്ചാബിലെ സിഖ്, അവർ ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് ടർബൻ കെട്ടുക, മുടി വളർത്തുക, ആണുങ്ങൾക്കും ജെൻസിനും മുടി വളർത്തുക, അതിന് ടർബൻ കെട്ടുക, അതൊരു കമ്മ്യൂണൽ റൈറ്റ് ആണ്. നമ്മൾ അവരോട് നിങ്ങൾ ടർബൻ കെട്ടാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. കാരണം അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, കമ്മ്യൂണൽ റൈറ്റ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ. അപ്പോൾ അവര് താടി വളർത്തും, തലമുടി വളർത്തും, അത് കെട്ടിവെക്കും, ടർബൺ വെച്ച് അതിനെ വേണ്ട വിധത്തിൽ പരാമർശിക്കും. അത് അവരുടെ കമ്മ്യൂണൽ റൈറ്റ്സ്. എവരി സിഖ് ഹാസ് എ റൈറ്റ് ടു എക്സസൈസ് ഹിസ് കമ്മ്യൂണൽ റൈറ്റ്. അപ്പോ ഇവിടെ മഹാജൻ പറയുന്നുണ്ട് മൾട്ടി കൾച്ചറലിസം
ഒരു ഇക്വാലിറ്റിയുടെ ഇഷ്യൂ മാത്രമല്ല കൺസേൺ ആവുന്നത്. കൺസേൺ വന്നത് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്, പല വിധത്തിലുള്ള ആൾക്കാർ. ഇവിടെ നേവൽ ബേസിൽ ഇഷ്ടംമാതിരി ആൾക്കാരെ കാണാം നമുക്ക്. ലിവിങ് ഒരുമിച്ച് താമസിക്കുന്നു, പീസ്ഫുൾ ആയിട്ട് താമസിക്കുന്നു. ഒരു പബ്ലിക് ഏരിയയിലായാലും ശരി, ഒരു ഗവൺമെന്റിന്റെ ഓഫീസായാലും ശരി, അവര് ഈക്വൽ ആയിട്ട് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ആ കൾച്ചറിനെയാണ് നമ്മൾ മൾട്ടി കൾച്ചറലിസം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. ഇതില് വ്യത്യാസം, ചെറിയ ഒരു പ്ലൂറാലിസത്തിനുമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയും ബട്ട് അതിനെ നമ്മൾ മൾട്ടി കൾച്ചറലിസം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഓരോ വിധത്തിലും ഡിനോട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഓരോ ഡിഫറെന്റ് ഗ്രൂപ്പുകൾ താമസിച്ചിട്ട് അവര് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അസോസിയേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഗ്യാരണ്ടി ചെയ്യുന്നത്? എല്ലാവർക്കും അവരുടേതായ കൾച്ചറൽ റൈറ്റ്സ്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള മൈനോറിറ്റീസ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ ഗ്രൂപ്പിനെ നമ്മൾ മൈനോറിറ്റി ഗ്രൂപ്പ് എന്നാണ് പറയുക. ഗോവൻസിന് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻസിന് അവർ മൈനോറിറ്റി ഗ്രൂപ്പാണ്. പക്ഷെ അവർക്കും അവരുടേതായ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും, അവരുടേതായ ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യാനും, സ്ക്രിപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും, താമസിക്കാനും, ജോലിയിൽ കയറാനും എല്ലാ വിധത്തിലുള്ളതും നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ ക്യാപിറ്റൽ ആണ്. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നേച്ചർ, ആൾക്കാരുടെ റിലേഷൻഷിപ്പ്, ഓരോ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. സിവിൽ സൊസൈറ്റിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഡെമോക്രസിയിലായിക്കോട്ടെ, ജനാധിപത്യത്തിലായിക്കോട്ടെ. ഇവിടെ നമ്മൾ എടുക്കുന്നത് ട്വക്വീലിയൻ നോഷൻ ഓഫ് അസോസിയേഷൻസ് പറയും. അതായത് ഇറ്റാലിയൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ റോബർട്ട് പറഞ്ഞിട്ടുണ്ട് ആ മേക്കിംഗ് ഡെമോക്രസി ബുക്കില്, സിവിക് ട്രഡീഷൻസ് ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. അവിടെയാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള ഒരു ഉദ്ദേശം വരുന്നത്. നെറ്റ്വർക്കിംഗ് ബിറ്റ്വീൻ ആൾക്കാർ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള നെറ്റ്വർക്കിങ്ങിനെയാണ് ഒരു ഗ്രൂപ്പിന്റെ അകത്തോ ഒരു കമ്മ്യൂണിക്കേറ്റോ ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഷെയർ കോമൺ വാല്യൂസും കോമൺ ട്രസ്റ്റും പരസ്പരം വിശ്വസിക്കുക, അല്ലെങ്കിൽ ആ സോഷ്യൽ മൂവ്മെന്റ്സിൽ കൂടി സിവിൽ സൊസൈറ്റി കൂടി റിയലൈസ് ചെയ്ത് പോകുന്നതിനാണ് ഇവിടെ നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണേണ്ടത്. അപ്പൊ ഇതിവിടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലോ, ഇന്ത്യൻ സിസ്റ്റത്തിൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അഷ്ടുഘോഷ് എഴുതിയ പുസ്തകത്തില് എത്നിക് കോൺഫ്ലിക്റ്റില് സിവിക് ലൈഫില് ഹിന്ദുസ് ആൻഡ് മുസൽമാൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ ഈ റൈറ്റ്സിനെ പറ്റിയും ആറ് സ്റ്റേറ്റ് സിറ്റീസ് ഇതേ ഫോളോ ചെയ്തിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മെർജിങ് ആണ്. മെർജിങ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ, കൺവർസൻസ് ഓഫ് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ അതൊരു ഒത്തുചേരലാണ്. ഈ ഒത്തുചേരൽ വഴി പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, അതായത് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയ സമയത്ത് രണ്ട് പാർട്ടീസ് ആണ് നമ്മൾ എടുത്തിരുന്നത്. ഓപ്പോസിറ്റ്, രണ്ട് വിധത്തിലുള്ള അപ്രോച്ചുള്ള ഓപ്പോസിറ്റ് അപ്രോച്ചാണ്. ഒന്ന് നോൺ മാർക്കിസ്റ്റ് അപ്രോച്ച്, ഒന്ന് മാർക്കിസ്റ്റ് അപ്രോച്ച്. അതായത് വീക്ഷണം, മാർക്കിസ്റ്റ് ഐഡിയാസിനെ വീക്ഷണത്തിൽ കൊണ്ടുവന്ന് അത് പ്രാക്ടിക്കൽ കൊണ്ടുവരാൻ പറ്റുമോ? പക്ഷെ നമ്മളിപ്പോൾ നേരത്തെ പരാമർശിച്ചത് മുഴുവനും വിശാലമായ അപ്രോച്ച്, വിശാലമായെന്ന് വെച്ചാൽ ഉദാരമായ വീക്ഷണമുള്ള അപ്രോച്ചാണ്. ഇനി അടുത്ത് നമ്മൾ അപ്രോച്ച് വരാൻ പോകുന്നത് മാർക്കിസ്റ്റ് അപ്രോച്ചിനെ പറ്റിയാണ്. മാർക്കിസ്റ്റ് അപ്രോച്ചിൽ ട്രഡീഷണലി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഏത് വിധത്തിലാണെന്നുള്ളതാണ്. അവിടെ അവര് റിജിഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് കൊണ്ടുവരികയും അതിൽ കൂടി 1980 ഒരു ഏർലിയർ ആയിട്ട് ഒരു ടേംസ് വരുന്നുണ്ട്. ആ ടേംസ് എന്താന്ന് വെച്ചാൽ സംസ്ഥാനം, സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ സിസ്റ്റം, അതേമാതിരി സ്റ്റേറ്റ് ഇന്റർചേഞ്ചബിൾ ആണോ വേണ്ടയോ, ഇങ്ങനത്തെ പരാമർശങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്നു. 1980 ഒരു മെർജിങ് ഉണ്ടായി. ആ മെർജിങ് വഴി ലിബറലും മാർക്സിസ്റ്റ് അപ്രോച്ചും ആയിട്ടുള്ള ഒരു
ഒരു കൺവേഴ്സ് എന്ന് വെച്ചാൽ മെർജിങ് അർത്ഥം. ഈ മെർജിൽ കൂടി ഒരു അഭിപ്രായങ്ങൾ വരികയാണ്. അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ വരുമ്പോൾ പല വിധത്തിലുള്ള റൈറ്റേഴ്സിന്റെ സ്കോളേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കോളേഴ്സിന്റെ കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തു പറയാൻ പറ്റുന്നത് ഫ്രാൻസിൻ ഫ്രാങ്കൽ, ലോയിഡ് റോൾഫ്, സൂസൻ റഡോൾഫ്, പ്രണാബ് ബർദൻ. ഇവരുടെ ഫ്രാൻസിസിന്റെ ഹിസ്റ്റോറിക്കലായിട്ട് കോൺട്രഡിക്ഷൻസ്, അതായത് പരാമർശം, ട്രാൻസ്ഫോർമേറ്റീവ് ഗോൾസ്, ഗവൺമെന്റിന്റെ എയിം എന്തായിരിക്കണം? ഡെവലപ്മെന്റ് ആയിരിക്കണം, ഡെവലപ്മെന്റ് പ്ലാനിങ് ആയിരിക്കണം. കൺസർവേറ്റീവ് ഫോഴ്സസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ പൊളിറ്റിക്സ് കൊണ്ടുവരിക. അവര് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കലും സോഷ്യൽ ഇഷ്യൂസിനെ ഒരുമിച്ച് കൊണ്ടുവരാന്നാണ്. ബർദൻ എ നിയോ മാർക്സിസ്റ്റ് ആണ് സ്കോളർ. ആ സ്കോളർ പറയുന്നത് ഇന്ത്യയിലെ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. ഓട്ടോണമസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്വയംഭരണം. ആ സിസ്റ്റമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. മോൾഡിങ് ചെയ്തെടുക്കാനും ഓരോരുത്തരുടെ പവർ റിലേഷൻസിനെ പറ്റി എടുക്കാനും ഇന്ത്യയിൽ അതിനാണ് സാധ്യത കൂടുതലുള്ളത്. ലോയിഡിനും സൂസൻ പറയുന്നത് ഇന്ത്യൻ സ്റ്റേറ്റില് ഒരു സെന്ററിസ്റ്റിക് സ്റ്റേറ്റ്, അതായത് ഒരു സെന്റർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയവും അതിൻ്റെ കൂടെ പോളിറ്റിക്സും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പല വിധത്തിലുള്ള രാഷ്ട്രീയവും ഡിവൈഡ് ഓഫ് പൊളിറ്റിക്സ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തേർഡ് ആക്ടർ എന്നുള്ള ലെവലില് നമുക്ക് നോക്കാൻ പറ്റും. ഒരു എന്താണ് ക്യാപിറ്റൽ, ധനവാന്മാർ, ക്യാപിറ്റലിസ്റ്റ്, ലേബർ, വർക്ക് ചെയ്യുന്ന ലേബർ ഗ്രൂപ്പ്, ലേബറിസ്റ്റ്. ഇവിടെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിമാൻഡ് പൊളിറ്റിയാണ്. അതായത് ഒരു ഫംഗ്ഷൻ വ്യത്യാസം വരുന്നുണ്ട്. പൊളിറ്റിക്സിൽ എന്ത് വേണം എന്നുള്ളത് ഡിമാൻഡ് ചെയ്യാം. അതേമാതിരി തന്നെ അല്ലെങ്കിൽ അതിനെ നമുക്ക് കമാൻഡ് പോളിറ്റി, കമാൻഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഉത്തരവിടാനുള്ള ഒരു പൊളിറ്റി. അപ്പൊ ഈ ഡിമാൻഡ് പൊളിറ്റിക്സില് സ്റ്റേറ്റിന്റെ, രാഷ്ട്രത്തിന്റെ ഏറ്റവും കൂടുതലായിട്ട് ഡീല് വരുന്നത് പല വിധത്തിലുള്ള ഡിമാൻഡ്സ് ആണ് പലർക്കും ഉണ്ടാവുക. അതായത് കർഷകർക്കുള്ള ഡിമാൻഡ് ആയിരിക്കില്ല പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാവുക. അതേമാതിരി സ്റ്റുഡന്റിന് ഉണ്ടാവുന്ന ഡിമാൻഡ് ആയിരിക്കില്ല ഒരു ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഉടമയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരുടെയും ഡിമാൻഡ് അനുസരിച്ച് അതിന്റെ പൊളിറ്റിക്സ് മാറിപ്പോയിക്കൊണ്ടിരിക്കും, ഓരോ പ്രഷർ മാറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഓരോ അപ്രോച്ചിലും ഒരുമിച്ച് മെർജ് ചെയ്ത് വരുമ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇന്ത്യൻ യൂണിയനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് ഫ്രെയിം വർക്ക് എടുത്തിട്ടാണ് ഈ പൊളിറ്റിക്കൽ സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സിസ്റ്റം വഴി എല്ലാം ഒരു പ്രിഫർ ചെയ്തത് പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു ഡെസിഗ്നേറ്റ് പൊളിറ്റിയാണ്. ഇത് പോസ്റ്റ് കൊളോണിയൽ സിസ്റ്റമാണ്. ആ സമയത്ത് ബിഹേവിയറൽ മൂവ്മെന്റ് ഉണ്ട് സോഷ്യൽ സയൻസിൽ. അപ്പോ ഇതിൽ ഏത് അപ്രോച്ചാണ് കൊണ്ടുവരുന്നത് അത് തന്നെ നമുക്ക് 80 മുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതോടുകൂടി ഈ ലിബറൽ അപ്രോച്ചിന്റെ പരാമർശം തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ മാർക്സിസ്റ്റ് പോളിസിയും ഗാന്ധിയൻ പോളിസിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പരാമർശിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യ ദിന നാളെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ശുഭമായ എൻ്റെ വിഷസാണ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറയാൻ ഞാൻ ഇതുവഴി ഉദ്ദേശിക്കുന്നു. കാരണം വളരെ ആപ്റ്റായ ഒരു സമയത്താണ് നമ്മൾ ഈ ക്ലാസ്സിനെ പറ്റി തുടങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. നിങ്ങൾ ഏത് വിധത്തിലും നമ്മളുടെ ജന്മസ്ഥാനമായ ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. കഴിയുന്നിടത്തോളം നല്ലത് ചെയ്യുക. നന്ദി, നമസ്കാരം.